ഓരോരോ കാരണങ്ങളാൽ ജീവിതത്തിൽ ഒട്ടേറെ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചിലരാകട്ടെ ഈ ദുഃഖങ്ങളുടെ നടുവിൽ ദുഃഖഭാരമെല്ലാം യേശുവിൻ്റെ സന്നിധിയിൽ ഇറക്കി വെച്ച് ആശ്വാസം കണ്ടെത്തുന്നവരാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ ഭാരങ്ങൾ ദൈവസന്നിധിയിൽ ഇറക്കി വെക്കുവാൻ കഴിയും. യേശുവിൽ ആരൊക്കെ ഒരു നല്ല സ്നേഹിതനെ കണ്ടിട്ടുണ്ടോ അവർക്കെല്ലാം അത് സാധ്യമാണ്. ദുഃഖങ്ങളുണ്ടാകുമ്പോൾ അതെല്ലാം ഉടനെ മാറ്റിത്തരണം എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. ദൈവം നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടിയായി നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാറുമുണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾ ശമിക്കുമ്പോൾ, നമുക്ക് ആശ്വാസം ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മിലുള്ള ആ ജഡസ്വഭാവം, ആദാമ്യ സ്വഭാവം തലപൊക്കും. നാം ദൈവം നടത്തിയ വഴികളെ മറക്കും. ദൈവത്തിൻ്റെ വഴികളെ എല്ലാം വിസ്മരിച്ച് പിറുപിറുപ്പുകാരായി നാം ജീവിക്കുവാൻ ആരംഭിക്കും. അതോടുകൂടി നമ്മുടെ മനസ്സമാധാനം മുഴുവൻ തകരുവാൻ തുടങ്ങും എന്നുള്ളതാണ് വാസ്തവത്തിൽ ഇന്ന് കണ്ടുവരുന്നത്. ദുഃഖങ്ങളുണ്ടാകുമ്പോൾ, ഓരോരോ കാരണങ്ങൾ നിമിത്തം ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ ദൈവസന്നിധിയിൽ അതെല്ലാം കൊണ്ടുവരുന്നതിലാകണം നമ്മുടെ ശ്രദ്ധ മുഴുവൻ. അങ്ങനെ ചെയ്യുവാൻ നമുക്ക് സാധിച്ചാൽ ഏത് ദുഃഖവും നമുക്ക് മറികടക്കുവാനായിട്ട് ദൈവം ശക്തി തരും എന്നുള്ളതാണ് സത്യം. എന്തു നല്ലോർ സഖി പാപദുഃഖം വഹിക്കും എന്ന മനോഹരമായ ഒരു പാട്ടുണ്ട്. എല്ലാ ദുഃഖങ്ങളും യേശുവിനോട് ചെല്ലാം എന്നാണ് പാട്ടുകാരൻ ആ പാട്ടിൽ പറയുന്നത്. ജോസഫ് സ്ക്രിവൻ എന്ന മനുഷ്യൻ ജനിച്ചത് അയർലൻഡിലെ ഡബ്ലിനിലാണ് 1820. വളരെ മിടുക്കനായിരുന്നു പഠിക്കുവാൻ. അദ്ദേഹം കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ നല്ലൊരു ജോലിയിൽ പ്രവേശിച്ചു. അധികം താമസിക്കാതെ തൻ്റെ വിവാഹം നിശ്ചയിക്കപ്പെട്ടു. അദ്ദേഹത്തിന് പരിചയമുണ്ടായിരുന്ന പെൺകുട്ടിയായിരുന്നു വധു ആയിട്ട് താൻ കണ്ടെത്തിയത്. നല്ല സുന്ദരിയായ ആ പെൺകുട്ടി നല്ല ബുദ്ധിശക്തി ഉള്ളവളായിരുന്നു. ഭാവി ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ അവർ പങ്കുവച്ചു. വിവാഹത്തിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം അവർ നടത്തി. എന്നാൽ വിവാഹത്തിൻ്റെ തലേദിവസം ഒരു അപകടത്തിൽ ആ പെൺകുട്ടി മരിച്ചു പോകുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ദുരന്തം ജോസഫിനെ വല്ലാതെ തകർത്ത് കളഞ്ഞു. ദുഃഖത്തിൽ നിന്ന് മോചനം നേടുവാൻ അദ്ദേഹം ജോലി ഉപേക്ഷിച്ച് നാട് നീളെ അലഞ്ഞു. അധികം താമസിയാകാതെ അയർലൻഡിൽ നിന്ന് കാനഡയിലേക്ക് അദ്ദേഹം കുടിയേറി. കാനഡയിലെത്തിയ ജോസഫ് സ്ക്രിവൻ തൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് നന്മ ചെയ്യേണ്ടതിനായിട്ട് മാറ്റിവെച്ചു. കാരുണ്യപ്രവൃത്തികളിൽ അദ്ദേഹം സജീവമായി. ദുഃഖിതരെയും പീഡിതരെയും ഒക്കെ തെരഞ്ഞുപിടിച്ച് അവരെ സഹായിക്കുവാൻ ആരംഭിച്ചു. യാതൊരു പ്രതിഫലവും പറ്റാതെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സേവനം. തന്മൂലം അദ്ദേഹം എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി. ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ വേണ്ടി സമർപ്പിതനായ അദ്ദേഹം ഒരിക്കലും ഒരു കവിത എഴുതി. പ്രസിദ്ധീകരിക്കുവാൻ വേണ്ടി എഴുതിയ ഒരു കവിതയായിരുന്നില്ല. പല കാരണങ്ങളാലും വളരെ ദുഃഖത്തിൽ കഴിഞ്ഞിരുന്ന തൻ്റെ അമ്മയ്ക്ക് ആശ്വാസം നൽകുവാൻ വേണ്ടി എഴുതിയ ഒരു കവിതയായിരുന്നു അത്. തൻ്റെ അമ്മ ഒഴിച്ച് മറ്റാരും അത് കാണാൻ പാടില്ല എന്ന താല്പര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ ഈ ജോസഫ് സ്ക്രിവൻ്റെ ഒരു സ്നേഹിതൻ ഒരിക്കൽ താൻ എഴുതിയ പാട്ട് കാണുവാൻ ഇടയായി. ആ സുഹൃത്തിൻ്റെ പരിശ്രമം മൂലം ഈ പാട്ടിന് സംഗീതം നൽകി മനോഹരമായ ഒരു ഭക്തിഗാനമായി അതിനെ മാറ്റി. ആ ഗാനത്തിൻ്റെ വരികൾ മലയാളത്തിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്ത് നല്ലോർ സഖി എന്നാണ് ആ പാട്ടിൻ്റെ തുടക്കം. ജീവിതത്തിൽ പ്രതിസന്ധികൾ, ദുഃഖങ്ങൾ ഒക്കെ കടന്നു വരാം. അവിടെയൊക്കെ ശാശ്വതമായ സമാധാനം, നദി പോലെ ഒഴുകുന്ന സമാധാനം, നിലനിൽക്കുന്ന സമാധാനം നമുക്ക് അനുഭവിക്കുവാൻ കഴിയണം എങ്കിൽ
നാം ഒന്ന് മാത്രം ചെയ്താൽ മതി. എല്ലാം യേശുവോട് ചെന്ന് ചൊല്ലുവാൻ നാം പഠിക്കുക. യേശുവിൽ ഒരു നല്ല സ്നേഹിതനെ കണ്ടെത്തുക. കർത്താവ് നമുക്ക് വേണ്ടി എന്നും കാത്തിരിക്കുന്നു. തൻ്റെ സന്നിധിയിലേക്ക് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും വരുവാനുള്ള ആ ക്ഷണം നൽകിയിട്ട് വിശ്വാസത്തോടെ ആരൊക്കെ തൻ്റെ അടുക്കിലേക്ക് വരുന്നോ അവരെയെല്ലാം ആശ്വസിപ്പിക്കുവാനായി യേശു കർത്താവ് കാത്തിരിക്കുന്നു. ആ നല്ല പിതാവിൻ്റെ നല്ല സന്നിധിയിൽ ചെന്ന് ആനന്ദിപ്പാൻ, ആശ്വസിക്കുവാൻ വചനം കേൾക്കുന്ന എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ നല്ല വചനങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യും. ജീവിതത്തിൽ സുഖവും ദുഃഖവും ഉയർച്ചയും താഴ്ചയും ഒക്കെ വരുമ്പോഴും അവിടുത്തെ മുഖത്തേക്ക് മാത്രം നോക്കുന്നവരാകുവാൻ ഞങ്ങളെ സഹായിക്കണം. ക്രിസ്തു യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണം പിതാവേ. ആമേൻ.